വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ടണലിലെ മാലിന്യം നീക്കാൻ ശ്രമം. കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘം ഉടനെത്തും. രക്ഷാദൌത്യം 29 മണിക്കൂർ പിന്നിട്ടു. സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. PSC അംഗത്വത്തിന് പ്രമോദ് കോട്ടൂളിക്ക് പണം നൽകിയത് നിഷേധിച്ച് ചേവായൂർ സ്വദേശി ശ്രീജിത്ത്. CPM-ന് ഒരു പരാതിയും നൽകിയിട്ടില്ലെന്ന് ശ്രീജിത്ത് കേരളവിഷൻ ന്യൂസിനോട്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മാഡം. എനിക്ക് നിലവിൽ ഒരു പരാതിയുമില്ല. ഞാൻ ആർക്കും ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടുമില്ല. ഞാൻ ഒരു പ്രമോദിന് ഒരു പൈസ കൊടുത്തിട്ടുമില്ല. പിന്നെ എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രമോദ് പറഞ്ഞത് ശരി, ഒരു പൈസ പോലും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. തനിക്കെതിരായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമെന്ന് പ്രമോദ് കോട്ടൂളി. ചതിയന്മാരെ നിയമത്തിനു മുൻപിൽ എത്തിക്കണമെന്നും പ്രമോദ് കോട്ടൂളി കേരളവിഷൻ ന്യൂസിനോട്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തൃശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. പ്രമുഖ നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ വീട്ടിൽ. ഇടവാങ്ങിയത് ധ്രുവം, കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവ്. That said, take a look at what happened. പെൻസിൽവാനിയയിലെ പൊതുയോഗത്തിനിടെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ്. വെടിയുതിർത്തത് 20-കാരൻ തോമസ് മാത്യു ബ്രൂക്കസ്. അക്രമി കൊല്ലപ്പെട്ടു. ട്രംപ് സുരക്ഷിതൻ. ചാമ്പ്യന്മാരെ കാത്ത ഫുട്ബോൾ ലോകം. യൂറോ ഫൈനലിൽ സ്പെയിൻ ഇംഗ്ലണ്ടിനെ നേരിടും. കോപ്പയിലെ കലാശപ്പോരാട്ടം അർജന്റീനയും കൊളംബിയയും തമ്മിൽ. വിംബിൾഡൺ പുരുഷ ഫൈനലിൽ ജോക്കോവിച്ചും അൽക്കാരസും ഏറ്റുമുട്ടും.